ഹായ് ഫ്രണ്ട്സ്. ഹായ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഇന്ന് വെറുതെ വീക്കെൻഡൊക്കെ ആയിക്കൊണ്ട് വൈകുന്നേരം ഇങ്ങനെ പുറത്ത് എവിടെ പോകാം എന്നുള്ള, അപ്പോൾ നമ്മൾ സിറ്റിയിൽ നിന്ന് കുറച്ച് മാറിയാണല്ലോ ഇപ്പം. അപ്പം വൈകിട്ട് അങ്ങോട്ട് ഇറങ്ങാമെന്നിങ്ങനെ നോക്കിയപ്പോഴാണ് ഇവിടെ കുറേ ഫുഡ് ട്രക്കിൻ്റെ പരിപാടികളുണ്ടെന്ന് ഞാനിങ്ങനെ അറിഞ്ഞു. യൂഷ്വലി ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ നേരത്തെ അടയ്ക്കുമല്ലോ സിറ്റിയിൽ നിന്നൊക്കെ മാറി കഴിഞ്ഞു. അപ്പം അങ്ങനെ ഫുഡ് ട്രക്സ് ഉണ്ടെന്ന് കണ്ടു. അപ്പം എന്താണ് സംഭവം എന്നൊന്ന് കണ്ടേക്കാമെന്ന് വെച്ചു അല്ലേ. രാത്രി 11 മണി വരെ ഉണ്ട്. രാത്രി 11 മണി വരെ ഉണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് നോക്കിയപ്പോൾ ഇവിടെ കുറേ വെറൈറ്റി ഉണ്ട്, കുറേ അധികം ഉണ്ട്. അപ്പം നമുക്ക് പോയി നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത്. എന്താണ് ഐറ്റംസ് ഉള്ളത്, ഇവിടെ ഫുഡ് ട്രക്സിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, തിരക്കുണ്ടോ ഒന്നും അറിയത്തില്ല. അതുകൊണ്ടൊന്നും കഴിക്കാതെ വന്നേക്കുന്നത്. അതെ, നല്ല ഫുഡൊക്കെ കണ്ട്. അതെ, വേണമെങ്കിൽ എന്നിട്ട് ഡിന്നർ നമുക്ക് വീട്ടിൽ വന്നിട്ട് ഒന്നും കഴിക്കാം. അപ്പം എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം അല്ലേ. ഇവിടുന്ന് ഒരു 10 മിനിറ്റ് കാണിക്കുന്നുണ്ടല്ലേ. എന്തായാലും പോയി നോക്കിയിട്ട് വരാം. എന്നാലും ഇത്രയും അടുത്തൊക്കെ ഇത്രയും ഫുഡ് ട്രക്കുകൾ ഉണ്ടെന്ന് എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ. ഞാനിപ്പോൾ നോക്കിയപ്പോൾ ഒന്നൊന്നും അല്ല കാണിക്കുന്നത്, ഒരു 3 തന്നെ ഇവിടെ ഒരു 10-15 മിനിറ്റ് ഡ്രൈവ് ചെയ്താൽ പോകുന്ന അത്രയും അടുത്ത സാധനങ്ങളുണ്ട്. ഇതറിയാവുന്ന ഇടയ്ക്കൊക്കെ ഒന്ന് പോകാമല്ലോ. തിരക്കുണ്ടായിരിക്കും ചിലപ്പോൾ. തിരക്കൊക്കെ ചിലപ്പോൾ ഒരു മനുഷ്യൻ പോലും കാണാനായിരിക്കും, ചിലപ്പോൾ തിരക്ക് കാണുമായിരിക്കും. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. ഇപ്പം സമയം എത്ര മണിയായി? 8 മണിയോ? 8:30. എന്നിട്ട് നോക്കിയാൽ വെട്ടം 8:30 എന്നിട്ട് നല്ല വെട്ടമുണ്ട്. ഒരു 5-5:30 ഫീല്. നാട്ടിലൊരു 5-5:30 ഫീലേ ഉള്ളൂ. അതെ, ശരിക്കും ഈ മെൽബൺ മൾട്ടി കൾച്ചറൽ ആയതുകൊണ്ട് നമുക്കിവിടെ ഏത് നാട്ടിലെയും ഫുഡ് കിട്ടും കേട്ടോ. എല്ലാം അതിൻ്റെതായ ഒരു ടേസ്റ്റ് കിട്ടും. അപ്പം ഇങ്ങനെ ഫുഡ് ഐറ്റംസ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യേണ്ടവർക്ക് ബെസ്റ്റ് പ്ലേസ് ആണ് മെൽബൺ. വന്ന ഇടയ്ക്കൊക്കെ ഞാനും എല്ലാ ഐറ്റംസും ഒക്കെ പോയി കഴിക്കുമായിരുന്നു. പിന്നെ ഡയറ്റിങ്ങിലേക്ക് കടന്നതുകൊണ്ട്, ഡയറ്റിംഗ് എന്നല്ല, അങ്ങനെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ അടിപൊളി അല്ലേ, എല്ലാ ഐറ്റംസും കിട്ടും. ഇതിനകത്തൊരു രസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കാണാൻ പോകുന്ന ഒരു ഫുഡ് ട്രക്ക് ഉണ്ടല്ലോ, നോർത്ത് ഇന്ത്യൻ അല്ലേ, ഇന്ത്യൻ ഫുഡ് ട്രക്കാണ്. അതാണ് അതിനകത്ത് ഏറ്റവും രസം. നോർത്ത് ഇന്ത്യൻ ആണ്. അതെ അതെ. അപ്പോൾ അതിനകത്ത് തന്നെ പല ടൈപ്പ് ഫുഡ് ട്രക്കുകളുണ്ട് കേട്ടോ. ഞാൻ നോക്കിയതിനകത്ത് നോർത്ത് ഇന്ത്യൻ വെജ് ഉണ്ട്, നോൺ വെജ് മാത്രം കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. അതും നമ്മൾ സിറ്റിയിൽ നിന്ന് 1 മണിക്കൂറൊക്കെ മാറിയാണ്. അപ്പം ഇവിടെ ഇത് കഴിക്കാൻ വേണ്ടി തന്നെ ഒരു 1 മണിക്കൂർ 1 മണിക്കൂർ ദൂരത്തു നിന്നൊക്കെ എൻ്റെ ഓഫീസിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരൊക്കെ വരാറുണ്ട് ഇവിടെ. ഇത്ര ഹൈപ്പൊക്കെ തന്നിട്ട് നമുക്ക് പോയി നോക്കാം അവിടെ എന്താ ഉള്ളത്. ഇനി അവിടെ ഒന്നും ഇല്ലേ. നിങ്ങളെ ആ സ്ട്രീറ്റ് ലൈറ്റ് കണ്ടോ, അത് പോർട്ടബിൾ ആണ്. ഇവിടെ ശരിക്കും പണി നടന്നുകൊണ്ടിരിക്കുന്നതല്ലേ ഉള്ളൂ, അന്നേരം സ്ട്രീറ്റ് വെട്ടം വേണ്ടേ. ഈ സ്ട്രീറ്റ് ലൈറ്റ് ഞാൻ വിചാരിച്ചതുകൊണ്ട് അവിടെ 2 കത്താതിരിക്കുന്നുണ്ടല്ലോ. ഞാൻ വിചാരിച്ചു അതിനെ പറ്റി എന്താ പറയാ. അല്ല, ഇതൊക്കെ കണക്ഷൻ ആയി വരുന്നുള്ളതെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഇവിടെ ഇത് വെച്ചേക്കുന്നത് പോർട്ടബിളാ തൽക്കാലത്തേക്ക്. താഴെ ഒരു ജനറേറ്റർ ഉണ്ടോ. നല്ല പരിപാടിയല്ലേ. ഇതുപോലെ എന്റെ ഈ വളവ് തിരിഞ്ഞ് അപ്പുറത്തേലും അവിടെ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നല്ലേ. ഞാൻ ഇതിലെ കുറെ പ്രാവശ്യം വന്നിട്ടുണ്ട്, ഞാൻ ഇപ്പോഴതൊക്കെ ശ്രദ്ധിച്ചു. താഴെ ഒരു മോട്ടോർ സാധനമൊക്കെ ആയിട്ട് നോക്കിയത്, സ്പീഡ് ക്യാമറ ആണെന്ന് ഓർത്ത് ആദ്യം നോക്കിയത്. ഇതെന്താണ് ഒരു ഉപകരണം ഇവിടെ ഇരിക്കുന്നത്. ഇപ്പൊ പെട്ടെന്ന് ഇരുട്ടിയല്ലോ. നമ്മുടെ വീട്ടിൽ നിന്ന് പറയുമ്പോൾ നല്ല വെട്ടമായിരുന്നു. ഇവിടെ എന്തോ ആക്സിഡന്റ് നടന്നിട്ടുണ്ടല്ലോ, വണ്ടിയുടെ പാർട്സ് ഒക്കെ പൊടിഞ്ഞു കിടക്കുന്നതിൽ. നല്ല രസമുണ്ട് കേട്ടോ ആ സൈഡിലെ മരങ്ങളൊക്കെ കാണാനായിട്ട്. ഫുൾ 8:30. എനിക്ക് ആ സ്ട്രീറ്റിലെ ഇവിടെ വെച്ചേക്കുന്നത് ലൈറ്റ് പോർട്ടബിൾ. എനിക്ക് ഈ സ്ട്രീറ്റിലെ ഈ മരം ഭയങ്കര ഇഷ്ടം. നല്ല ഭംഗിയായിട്ടുണ്ട് കാണാൻ, നല്ല പൂക്കളൊക്കെ ആയിട്ട് നിൽക്കുന്നു. സോറി, എന്റെ സൂമിങ് സ്കിൽസ് അത്ര പോരാത്തത് കൊണ്ട് ഇരുട്ടും കൂടെ ആണല്ലോ, അത് കാണുന്നില്ല. അല്ലെങ്കിൽ 2 മിനിറ്റ് ഉള്ളൂ കേട്ടോ എത്താനായി നമ്മുടെ. meters അപ്പുറത്ത് റൈറ്റിൽ. ഓക്കെ, നോക്കാം. ഇവിടെ എവിടെയോ ആണ് നമ്മുടെ ഫുഡ് ട്രക്ക് കാണിക്കുന്നത് മാപ്പിനകത്ത്. പള്ളിപ്പെരുന്നാൾ പോലെ അതാണോ? കൊള്ളാലോ, കുറെ ലൈറ്റ് ഒക്കെ കാണുന്നുണ്ടല്ലോ അവിടെ. ശരിയാണല്ലോ, പള്ളിപ്പെരുന്നാൾ പോലെ ഉണ്ടല്ലോ, അടിപൊളി. ഇഷ്ടം പോലെ പാർക്കിംഗ് സ്പേസ്. ഇവിടെ കുറെ ട്രക്കുകളുണ്ടോ. പക്ഷെ നമ്മൾ ഉദ്ദേശിച്ചാൽ വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. ഇവിടെ കുറെ ചെറിയ ചെറിയ ട്രക്കുകളുണ്ട്. ഓ നൈസ്. ഇതിവിടുത്തെ ഒരെണ്ണം വേറെ സൈഡിലുണ്ട്. ഇവിടെ ഞാൻ കണ്ടു നോക്കിയിട്ട് തിരക്കൊന്നുമില്ല. ഇത് വെജിറ്റേറിയനാ. അവിടെ മസാല ചായ കിട്ടുന്ന കണ്ടു. എന്നാ പിന്നെ ചായ കുടിച്ചാൽ ഫുഡ് കഴിക്കാൻ പറ്റുമോ? ചായയും കുടിക്കാം ഫുഡും കഴിക്കാം. നല്ല വിശപ്പ് പോവോ ചായ കുടിച്ചാൽ? ഒന്ന് കയറി നോക്കാം. അപ്പം നമ്മൾ നമ്മുടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നേരെ അകത്തേക്ക് കയറാം.
ബാക്കി കുറച്ച് ദിവസങ്ങളിൽ ചൂടുണ്ടായിരുന്നു, പക്ഷെ ഇന്ന് തണുപ്പാണ്. തണുപ്പുണ്ട്. വൈകിട്ടായപ്പോഴേക്കും ഇന്ന് മൊത്തത്തിൽ തണുപ്പുള്ള ദിവസമാണ്. തണുപ്പ് ഡേ ആയിരുന്നു. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ എൻ്റെ വാലറ്റ് എടുത്തില്ല. കുഴപ്പമില്ല, നമുക്ക് ഫോണുണ്ടല്ലോ. വാ അകത്തേക്ക് കയറാം, വാ. അപ്പോൾ ഇതാണല്ലോ ഫുഡ് ട്രക്ക്. ഇത് ഒരെണ്ണമുണ്ട്, ഓക്കെ. 2-3 ഉണ്ടെന്ന് തോന്നുന്നില്ല റോളെ. അല്ല, ഒന്ന് മാത്രമേ ഓപ്പൺ ആയിട്ടുള്ളൂ അല്ലേ? ഇതേ ഓർമ്മ. ഇതാണ് നമ്മുടെ സ്ഥലം. നമുക്ക് അകത്തേക്ക് പോകാം, വാ. അങ്ങനെ ഒരാൾ അവിടെ പോയി ഫുഡ് ഐറ്റംസ് ഒക്കെ ഓർഡർ ചെയ്യുന്നുണ്ട്. ഇവിടെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. ഇതാണ് ഇവിടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കുന്ന സീറ്റുകളും സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇത് മറ്റേ ഒരു നോർത്ത് ഇന്ത്യൻസിന്റെ സാധനം, നമ്മുടെ ഈ പഞ്ചാബി ധാബയൊക്കെ അവിടെ പോയിരിക്കുന്ന ആ ഒരു സെറ്റപ്പാണ് ഇവർ ചെയ്തിരിക്കുന്നത്. അപ്പം അവർക്ക് വരുമ്പോൾ ഇവിടെ ഒരു പ്രത്യേക വൈബ് കിട്ടും. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സിറ്റിയുടെ ഒരു ഭാഗമോ ഈവൻ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തെ ഒരു മെയിൻ ഏരിയ ഒന്നുമല്ല, കുറച്ച് മാറിയിട്ടാണ്. പാർട്ടി ആൻഡ് കാറ്ററിംഗ് ഓർഡർ ഗിവ്സ് എ കോൾ. കാര്യമായിട്ടാണ് കാറ്ററിംഗ് ഉണ്ടോ? കാറ്ററിംഗ് ഉണ്ടല്ലേ? കാര്യമായ പാചകക്കാരാണ്. പക്ഷേ എനിക്ക് ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ മെനു നോക്കിയാൽ മനസ്സിലാകും കേട്ടോ. കുറേ ഐറ്റംസ് ഉണ്ട്. ഇതുണ്ടല്ലേ, സ്ട്രീറ്റ് ഫുഡ് തന്നെ. വടാപ്പാവിന് തന്നെ ആണെങ്കിൽ പല വെറൈറ്റി. ബോംബെ വടാപ്പാവ്, ചീസ് വടാപ്പാവ് എന്ന് വേണ്ട കുറേ ഇന്ത്യൻ സ്ട്രീറ്റ് ഫുഡ്, നോർത്ത് ഇന്ത്യൻ സ്ട്രീറ്റ് ഫുഡ് ഉണ്ട്. സ്പെഷ്യൽ കുർക്കുറെ മോമോസ് ഇന്നത്തെ. അതുപോലെ തന്നെ നമുക്ക് മെയിനായിട്ട് നോക്കിയാൽ മനസ്സിലാകും ചാറ്റുകൾ ഒത്തിരി വെറൈറ്റി ഉണ്ട്. സാൻഡ്വിച്ചസ് കുറേ ഐറ്റംസ്. പിന്നെ നമ്മുടെ ചായയൊക്കെ ഉണ്ട് കേട്ടോ, മസാല ചായ, നോർത്ത് ഇന്ത്യൻ ടൈപ്പ് ചായ സാധനം എല്ലാം ഉണ്ട്. എന്തായാലും നമ്മൾ എന്തായാലും ഓർഡർ ചെയ്തു. നമ്മൾ ഒരു വടാപ്പാവ്, പിന്നെ മോമോസ് വെജാണ് ഇവിടെ മൊത്തം. അപ്പം സ്റ്റീംഡ് വെജ് മോമോസും 2 മസാല ചായയൊക്കെ പറഞ്ഞു. സ്നാക്സ് പോലെ കഴിക്കാം, നോക്കാം എങ്ങനെ ഉണ്ടെന്ന് അല്ലേ. അങ്ങനെ പെരുമോളുടെ വടാപ്പാവ് കിട്ടി. ഞാനിത് ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ. വടാപ്പാവ് കഴിച്ചിട്ടില്ല ഇതുവരെ? വടാപ്പാവ് നാട്ടിൽ നിന്ന് കഴിക്കാത്ത ആളാ? കഴിച്ചിട്ടില്ല. ആഹാ, കാണിച്ചേ നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. വടാപ്പാവ്, ചട്നി, ഒരു സോസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ട് നമ്മുടെ ഇന്ത്യൻ വടാപ്പാവ് കഴിക്കുന്ന ഓസ്ട്രേലിയ വന്നിട്ടാണല്ലേ? ഞാൻ പാനിപ്പൂരിയും ഇവിടെ വന്നിട്ടാണ് കഴിച്ചത്. ഒരാൾ പാനിപ്പൂരി കഴിച്ചിട്ടാണ്. ഞാൻ ഓസ്ട്രേലിയയിൽ നിന്നാണ് ആദ്യമായിട്ട് പാനിപ്പൂരി കഴിച്ചു കൊടുത്തേക്കുന്നത്. അപ്പം ഇവിടുത്തെ വടാപ്പാവ് കണ്ടിട്ടൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. നമ്മൾ കഴിച്ചു നോക്കട്ടെ. നല്ലതാണോ? അടിപൊളിയാണല്ലേ? ചട്നി കൂട്ടിയാണോ കഴിച്ചത്? ഇതിനകത്ത് ചട്നിയാണ്, നല്ല എരിവൊക്കെ ഉണ്ട് കേട്ടോ. നല്ല സാധനം, അടിപൊളി. നല്ല ഇഞ്ചിയുടെ സ്മെല്ല്. ഒരു ബൈറ്റ്. ബാംഗ്ലൂരൊക്കെ ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത് പോലൊക്കെ തന്നെയുണ്ട്. ഇതിനകത്ത് മറ്റേ സമോസ പോലത്തെ ഒരു കിഴങ്ങിന്റെ സാധനമാണല്ലോ വെച്ചേക്കുന്നത്. അല്ല, വടാപ്പാവിനകത്ത് അങ്ങനത്തെ കുറെ ചാറ്റ് മസാലയും പിന്നെ വടയും പാവ് എന്ന് പറഞ്ഞാൽ ബ്രെഡ്. ഉഴുന്നുവട പോലത്തെ ഇത് അതല്ല, ഇത് വേറെ സാധനം. അതിനകത്തൊരു സാധനം ഉണ്ട് ഇവിടെ. അതിനകത്ത് മറ്റേ ഈ ആലു ഒക്കെ ഇട്ടിട്ട് നമ്മുടെ ഇച്ചിരി എരിവ്. നല്ലതല്ലേ? പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട്, എനിക്ക് ഇഷ്ടമായി. ആദ്യമായിട്ട് ഒരാൾ ഓസ്ട്രേലിയ വന്ന് വടാപ്പാവ് കഴിച്ചു. അത് കൊള്ളാലോ, ഇത് വീടിനടുത്ത് ഇടയ്ക്ക് വരാം. വല്ലപ്പോഴും കഴിക്കാൻ കൊള്ളാലോ. നമ്മളെ ചട്നിയൊക്കെ കൂടി കഴിക്കുക. ഇതിനകത്ത് തന്നെ ഉണ്ട് നല്ല ഇത്. ഓൾറെഡി അതിൻ്റെ ചാറ്റൊക്കെ ഉള്ളതുകൊണ്ടല്ലേ? എന്നാൽ വേറെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാൻ നമുക്ക് ഇടുന്നു. ഇതെന്ത് ചട്നിയാണ് നമ്മളൊന്ന്? ഇത് ഗ്രീൻ ചട്നി. അത് ഇവിടെ ഈ നോർത്ത് ഇന്ത്യൻ ഫുഡിനകത്തുള്ളൊരു സംഭവമില്ലേ, ഈ നമ്മൾ ഈ ആലു പൊറോട്ടയും ഒക്കെ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ കൂടെ കിട്ടുന്നത് ഒരു മധുരമുള്ള നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പ് പോലത്തെ ഒരു സംഭവം. ഇത് കെച്ചപ്പ് പോലത്തെ എന്തോ ആണ്. ഇത് ഗ്രീൻ ചട്നി. എനിക്ക് പക്ഷേ ഇവരുടെ ഗ്രീൻ ചട്നി ഭയങ്കര ഇഷ്ടമാണ്. കഴിച്ചിട്ടില്ലല്ലോ? അല്ല, ഗ്രീൻ ചട്നി കഴിച്ചിട്ടുണ്ട്. നമ്മുടെ ഫുഡ് പാഴ്സൽ വാങ്ങിക്കുമ്പോൾ കിട്ടുവാണെങ്കിൽ. അല്ല, ഞാൻ പണ്ട് മറ്റേ ഇന്ത്യൻ സ്റ്റോറിൽ നിന്ന് ഇത് മേടിക്കുമായിരുന്നു. എന്നിട്ട് നമ്മുടെ മുട്ട പൊരിച്ചിട്ട് അത് ഇതിൻ്റെ കൂടെ ഡിപ്പ് ചെയ്ത് കഴിക്കും. അത് ഇന്ത്യൻ സ്റ്റോറിൽ നിന്ന് മേടിച്ചാ. അത് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. എനിക്ക് മുട്ട പൊരിച്ചത് ഇതിൽ ഡിപ്പ് ചെയ്ത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഫുഡ് ട്രക്ക് എന്ന് പറയുമ്പോഴേക്കും ട്രക്ക് എന്ന് നിങ്ങൾ മനസ്സിൽ വിചാരിക്കരുത്. ഇത് ശരിക്കും ട്രക്കിനോട് അറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന ആ ഒരു സംഭവം. ട്രക്കിനോടല്ല, വണ്ടിയുടെ ബാക്കിൽ അറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന ആ ഒരു സംഭവം. ഇത് ശരിക്കും നമ്മുടെ നാട്ടിൽ ഇടുക്കിയിലുണ്ടല്ലോ ഫുഡ് ട്രക്ക്. ഉണ്ട്, നമ്മുടെ വീടിൻ്റെ അവിടെ ഉണ്ട്. ഇത് ഫിക്സ്ഡ് ആണ്. നമുക്ക് ഈ പ്രാവശ്യം നാട്ടിൽ പോകുമ്പോൾ നമുക്ക് നാട്ടിലെ ഫുഡ് ട്രക്കിൽ പോയി കഴിച്ചോണ്ട് എടുക്കാം. അത് നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തുണ്ട്. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഇവരിവിടെ പെർമനൻ്റ് ആണ്. കാരണം ഗൂഗിളിൽ ഒരു കട പോലെ ഇതിനെക്കുറിച്ചുള്ള കാണിക്കുന്നുണ്ട് ഇവിടെ. അങ്ങനെ ഞങ്ങളുടെ മസാല ചായ വന്നു കേട്ടോ. നല്ല രുചിയുണ്ട്, നല്ല ചൂടുണ്ട്, പക്ഷെ നല്ല രുചിയുണ്ട് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. ചൂടാ ഭയങ്കര. അടുത്തോട്ട് ചെല്ലുമ്പോഴേ ഇങ്ങനെ പുക വരുന്നു.
കുഴിച്ച് കുടിച്ചോണം. നല്ല ചൂടാണ്, നല്ല മധുരമുണ്ട് കേട്ടോ. പക്ഷേ കൊള്ളാം, അടിപൊളിയാണ് ശരിക്കും. മസാല ചായ തന്നെ നമ്മൾ പണ്ടൊരു നമ്മൾ മെരുമുള്ള ചായ കുടിക്കാൻ പോയില്ലേ, അത് ഇത്രയും കൊള്ളുകയായിരുന്നു. ഈ ചായ അടിപൊളിയാണ്. പണി അറിയാവുന്ന ആൾക്കാരാണ് കേട്ടോ. ചുമ്മാ പേര് തുടങ്ങിയേക്കുന്നല്ല. അടുത്തോട്ട് ചെല്ലുമ്പോഴത്തേന് ആ ചൂടിന്റെ പുക അടിച്ചിട്ട് എനിക്ക് മുടിക്കാൻ പറ്റുന്നില്ല. അതാണ് അതിന്റെ രസം. ഇവര് ശരിക്കും ഒരു മസാല ഒക്കെ ഇട്ടോ ഉണ്ടാക്കിയതായിരിക്കും. ഒരു മസാല ഉണ്ടാക്കിയെടുത്തായിരിക്കും. നമ്മൾ അന്ന് അവിടെ പോയടുത്ത് അവര് ഫിൽറ്റർ കോഫി ആയിരുന്നു. എന്റെ ഇതുവരെ ചൂട് പോയിട്ടില്ല. അതാണ് നല്ല ചൂട് എന്ന് പറഞ്ഞോണ്ടല്ലോ, ചായ നല്ല ഭയങ്കര ചൂട്, അങ്ങനെ കുടിക്കണം. അതെനിക്ക് ഇഷ്ടം. ഇവിടെ കനൽ വല്ല ഇട്ടിട്ടുണ്ടോ ഇവരിനകത്ത്? അത്രയും ചൂടായിട്ട് കുടിക്കുമ്പോഴേ ചൂട് പോകുന്നില്ല. എൻ്റെ തൊണ്ടയ്ക്കൊക്കെ ഒരു സുഖം. ഇഞ്ചിയുടെ ആ ടേസ്റ്റൊക്കെ കിട്ടിയിട്ട് തണുപ്പത്തിരുന്നിട്ട് ഇത്രയും ചൂടുള്ള ചായ കുടിക്കുമ്പം ചായ ഇഷ്ടമുള്ളവർക്കൊക്കെ അറിയാം അതിൻ്റെ ഒരു ടേസ്റ്റ്. ഇതിനകത്ത് ഏറ്റവും വലിയ രസം ഏതോ ഒരു സ്ഥലത്ത് ഞങ്ങൾ 2 പേര് നമ്മുടെ ഇന്ത്യ അല്ലാത്ത മറ്റൊരു രാജ്യത്തിൻ്റെ ഒരു കോണിൽ ഇന്ത്യൻ കടയിൽ നിന്ന് ഇന്ത്യൻ ഫുഡ് കഴിക്കുന്നു. ഇത്തരമായിരുന്നു കുടിക്കേണ്ടത്. അതിലിരുന്നു. ഇന്ന് നോക്കിയത് ഭയങ്കര ചെറുതാണ്. ഇത് ഞാൻ അങ്ങനെ ഇരിക്കും. എനിക്ക് ചെറിയ റിലാക്സ് ചെയ്തിരിക്കാൻ വേണ്ടി ഞാൻ കസേര അവിടെ ഉരുണ്ട് താഴെ പോയി കിടക്കാം. അത് ഇരിക്കാനുള്ള നല്ല കാര്യമാണ്. അത് ടേബിളാണ്. ആ ഇരിക്കാനുള്ള ആ കുഞ്ഞു ചേറാ, അതുകൊണ്ട് ഇരിക്കാനുള്ള കുഞ്ഞു ചേറാ അത്. അത്രയും ചെറുതായിട്ട് അയ്യോ അത്രയും ചെറുത് അവരങ്ങനെ അതായത് ഇരിക്കുന്നത്. അങ്ങനെ വന്നിട്ട് ഇത് ടേബിളായിട്ട് ഉപയോഗിക്കും. അതൊക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ താഴെ പോകാൻ ഓനെ. അങ്ങനെ നമ്മുടെ മോമോസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല തണുപ്പുണ്ട്, അടിപൊളി ഇന്ത്യൻ ഫുഡും. നമുക്ക് കുറേ നാൾ കൂടി ഞാൻ ഇങ്ങനെ കഴിക്കുന്നത്. ചെറുപ്പം കുറേ കൂടി കഴിക്കുന്നത്. ആദ്യമായിട്ടാണല്ലോ കഴിക്കുന്നത് ഇന്ത്യൻ ഫുഡ്. അല്ല മീൻസ് മോമോസ് കഴിച്ചിട്ടുണ്ട് ഞാൻ. മറ്റേ വടാപ്പാവ് കഴിച്ചിട്ടില്ല. എന്ത് കൂട്ടിയാ കഴിക്കണ്ടേ? ഇതെന്ത് സാധനം? അച്ചാറോ? അത് നോക്കി ടേസ്റ്റ് നോക്കി എങ്ങനെ ഉണ്ടോ. ഇത് വെജ് മോമോസ് ആണ് കേട്ടോ. ഇവിടെ വെജിറ്റബിൾസ് മാത്രമേ ഉള്ളൂ. വെജിറ്റേറിയൻ ആണിത്. നല്ല ടേസ്റ്റ് ഉണ്ടോ? അടിപൊളിയാണോ? ചൂടാ. എന്നാൽ ഞാൻ പെട്ടെന്ന് ടേസ്റ്റ് ചെയ്യട്ടെ, കണ്ടിട്ട് എനിക്ക് കൊതിയാവും. ഇതെന്താ സാധനം? ഇതെന്താ ഈ ഡിപ്പ്? പക്ഷേ അടിപൊളി. ഇത് വെജാണെന്ന് പറയുന്നില്ല കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ചൂടാണ്. ഇപ്പം ഉണ്ടാക്കി തന്നാണേ. അധികം തിരക്കൊന്നും ഇല്ലാത്ത ഇവർ ഉണ്ടാക്കിയൊന്നും വെക്കുന്നില്ല. നമ്മൾ വന്നിട്ട് കുറച്ച് സമയം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാവുള്ളൂ അല്ലേ. നല്ല ഫ്രഷായിട്ട് ഉണ്ടാക്കി തന്നു. നല്ല ടേസ്റ്റ്, അടിപൊളി. ഇത് ഗാർലിക്കിൻ്റെ എന്തോ മുളക് ചമ്മന്തി പോലെ നല്ലൊരു കോൺസെപ്റ്റ് ആട്ടോ. കേരള ഫുഡൊക്കെ നമുക്ക് സെറ്റ് ചെയ്താലോ ഇവിടെ. ശരിക്കും നല്ലൊരു കോൺസെപ്റ്റ് അല്ലേ കേരള ഫുഡ് ട്രക്ക്. വായൊക്കെ പൊള്ളിപ്പോയി തോന്നുന്നു അവിടെ. അതുകൊണ്ട് ഒരു മോശം മൊത്തം എടുത്ത് വായിലേക്ക് കിട്ടുക. ചൂട് കാരണം മൊത്തം പൊള്ളി. ഒരു നോൺ വെജ് ഞാൻ വിചാരിച്ചു വെജ് ആയതുകൊണ്ട് അത്ര രസം കാണത്തില്ല. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട്. ഇതെന്താ ഇടിപ്പ്? ഗാർലിക് ആണോ? അല്ലേ ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു ഫുഡ്. നല്ല അടിപൊളിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് വരണം. നല്ല ടേസ്റ്റ് ആയതുകൊണ്ട് ഞങ്ങൾ മമ്മിക്ക് ടേക്ക് അവേ പറഞ്ഞു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചുമ്മാ ഹെൽത്തി എന്ന് പറഞ്ഞ് ബോറാക്കുന്നതല്ല. ഇതൊരു ഹെൽത്തി ഓപ്ഷനാണ്. ഇത് സ്റ്റീംഡ് മോമോസ് ആണ്, വെജീസ് ആണ്. ഇന്നത്തേനുള്ള കാർബ്സ് നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടും. ഓയിലൊന്നുമല്ല. മമ്മി വടാപ്പാവ് ശരിക്കും കഴിച്ചിട്ടില്ല. പിന്നെ അതിനെക്കാട്ടിലും ഇച്ചിരി കൂടെ ഹെൽത്തി ഓപ്ഷൻ നോക്കുമ്പോൾ ഇതല്ലേ അടിപൊളിയാണ്. രാത്രി കഴിക്കാം. ഇപ്പം ഞങ്ങൾ അവിടുന്ന് നമ്മുടെ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി കേട്ടോ. നല്ല അടിപൊളി ഫുഡായിരുന്നു. സൂപ്പറായിട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇവിടെ ഞാൻ ജസ്റ്റ് നോക്കിയപ്പോൾ ഇവിടെ 1 മിനിറ്റ് അടുത്ത് ഇഷ്ടംപോലെ ഫുഡ് ട്രക്കുകളുണ്ട്. അപ്പോൾ നോൺ വെജ് ഉള്ള ഒരു ഐറ്റം ഉണ്ട്. മീൻസ് ഒരു ഫുഡ് ട്രക്ക് ഉണ്ട് നോൺ വെജ് ഐറ്റംസ് ഉള്ളത്. അപ്പോൾ ഞങ്ങൾ ഓർത്തെന്നാൽ പിന്നെ നമുക്ക് ജസ്റ്റ് അവിടെ കൂടെ ഒന്ന് പോയി നോക്കാം അല്ലേ. എന്തായാലും ഇറങ്ങിയല്ലേ, കുറച്ച് പ്രോട്ടീനോട് ഇരിക്കട്ടെ. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം അല്ലേ. വാ. അപ്പോൾ നമ്മൾ അടുത്ത ഫുഡ് ട്രക്ക് തപ്പി വന്നിടത്തൊക്കെ ഭയങ്കരമായിട്ട് വണ്ടികളും തിരക്കൊക്കെ അല്ലേ. ഇപ്പം വേറൊരെണ്ണം പഞ്ചാബ് കോർണർ വേറൊരെണ്ണം ഇപ്പൊ പാസ് ചെയ്തായിരുന്നു. ഇവിടെ അടുത്തത് ചായ് കോഫി ഇതാണ് അടുത്ത ഫുഡ് ട്രക്ക്. ഇവിടെ നല്ല തിരക്കാണല്ലോ. ഇവിടെ വണ്ടി പാർക്ക് ചെയ്തേക്കുന്നൊന്നും സുഖമില്ലല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇഷ്ടംപോലെ സ്പേസ് കളഞ്ഞിട്ടിരിക്കുക. നമുക്ക് എന്തായാലും കയറി നോക്കാം. വാ. ഞങ്ങൾ 1-2 ഫുഡ് ട്രക്കുകളുടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്ന് ഓർത്താണ്. പക്ഷേ ഞാൻ അവിടെ അത്ര ആ ഏരിയ എനിക്ക് അത്ര സുഖമായിട്ട് തോന്നിയില്ല. ഇപ്പൊ ലാസ്റ്റ് ഇങ്ങോട്ട് പാസ് ചെയ്ത് വന്നപ്പോഴത്തേനും ഒരു നല്ല ഫുഡ് ട്രക്ക് വേറെ കണ്ടായിരുന്നു. ഇപ്പൊ ഓൾറെഡി ഇപ്പൊ ഇത്ര ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ പയ്യെ അവിടെ നിന്ന് പോന്നു.
പക്ഷെ നല്ല ഫുഡായിരുന്നു കേട്ടോ നമ്മളിപ്പോൾ കഴിച്ചത് അല്ലേ. അടിപൊളിയാണ്, നല്ല സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു. അവിടെ ഇത്രയും ഫുഡ് ട്രക്കുകളുണ്ടെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. അപ്പോൾ എൻ്റെ ഓഫീസിൽ ഇങ്ങനെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഇങ്ങനെ പറഞ്ഞായിരുന്നു ഇവിടെ ഫ്ലൈറ്റ് നോർത്ത് പറഞ്ഞാൽ ഫുഡ് ട്രക്കിന് ഭയങ്കര പേര് കേട്ടാണ്. ഇപ്പോഴല്ലേ നമുക്ക് മനസ്സിലാകുന്നത്. ഇതൊക്കെ രാത്രിയിലാണ് 1:30 വരെയൊക്കെ ഉണ്ടല്ലോ നമ്മളിപ്പോൾ കണ്ട ഫുഡ് ട്രക്കുകളൊക്കെ. രാത്രിയിൽ 1:30 വരെയൊക്കെ ഉണ്ട്. കൊള്ളാം. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പഞ്ചാബി ഒന്നുമല്ല കേട്ടോ എനിക്ക് തോന്നിയത്. കൊള്ളായിരുന്നു എന്തായാലും. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് പോവുകയാണ്. ഇപ്പം ശരിക്കും ഇരുട്ടായി കേട്ടോ. ഇരുട്ടിലാണ് നിങ്ങൾ ഞങ്ങളെ കാണുന്നതല്ലേ. അപ്പോൾ എന്തായാലും നമ്മൾ ജസ്റ്റ് പുറത്തൊക്കെ പോയി ഇങ്ങനെ ഒരു സംഭവം ഇത്ര അടുത്തുണ്ടായിട്ട് ഞങ്ങൾ ആദ്യമായിട്ടാണ് പോകുന്നത് കേട്ടോ. ഇവിടെ വീട് വാങ്ങിച്ചിട്ട് നമ്മൾ അവിടെ ഇങ്ങനെ ഉണ്ടെന്ന് ഇടയ്ക്ക് കേട്ടതല്ല, ഇതുവരെ പോകാനൊത്തിരില്ല. ഒരു മിനി ഇന്ത്യ തന്നെ. മിനി ഇന്ത്യ എന്നല്ല, പഞ്ചാബ് എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ ഫുള്ള് പഞ്ചാബീസിൻ്റെ കളികളാണ്. അപ്പോൾ അത് കഴിഞ്ഞ് കുറേ ഫുഡ് ട്രക്സും കാര്യങ്ങളൊക്കെ അവിടെ കണ്ടു. എന്തായാലും നമ്മൾ ആദ്യം പോയ സ്ഥലം അടിപൊളിയായിരുന്നു കേട്ടോ. നിങ്ങൾ കണ്ടല്ലോ, നമുക്ക് വളരെ പീസ്ഫുള്ളായിട്ട് കഴിയാൻ പറ്റി. അപ്പോൾ എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അടുത്ത ചില അടിപൊളി വീഡിയോകളുമായി വീണ്ടും കാണാം. അവരെല്ലാവർക്കും ബൈ.